സർ, കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അതിരൂക്ഷമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത്. ഒരു വീണ സ്വന്തം വീട്ടിലും മറ്റൊരു വീണ മന്ത്രിസഭയിലും ഈ രണ്ടുപേരും മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂ എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. CMRL ലോജിസ്റ്റിക് കേസുകളൊക്കെ നമുക്കറിയാം. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മന്ത്രിസഭയ്ക്കകത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില സമ്മർദ്ദങ്ങളുണ്ട്. പാർട്ടി തന്നെ ഉത്തരം പറയേണ്ടി വന്നിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ വിവാദത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ഇവരെയൊക്കെ സേവർ ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഫേവറായി നിന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ ഉയരുന്നു. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടതുണ്ടോ? അല്ല, വിമർശനം ഉന്നയിക്കുന്നതിനിപ്പം അത് ഏറ്റുവാങ്ങിയല്ലേ നോക്കൂ. രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നമാണ്. പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളതാണ്. അതിന് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മന്ത്രിയും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളും വരാതിരിക്കാൻ നോക്കുക. അതാണ് ഭരണപക്ഷത്തിന്റെ കാര്യം. അതിനകത്ത് വീണ പരാജയപ്പെടുന്നു. വീണ ഈ പറയുന്നത് പോലെ ബ്യൂട്ടി പാർലർ മന്ത്രി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മന്ത്രിയാണ്. അവര് ധാർഷ്ട്യമുള്ള മന്ത്രിയാണ്. അവർ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിനകത്ത് ഇതുവരെ ശോഭിക്കാൻ പറ്റിയ മന്ത്രിയാണ്. പ്രതിപക്ഷത്തിന് എപ്പോഴും ഭരണപക്ഷത്തിന് എതിരെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു മന്ത്രിയാണ്. ആ സമയത്ത് എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു വീണ വീട്ടിലും ഒരു വീണ നിയമസഭയിലും എന്ന് പറഞ്ഞപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്ന മകളെ കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവരുടെ കമ്പനി കൊണ്ട് ഉണ്ടാകുന്ന ചീത്ത പേര് പോലെ അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു ചുമതല സ്വന്തം മുകൾ ആയതുകൊണ്ട്, അതുപോലെ തന്നെ നിയമസഭയിൽ മന്ത്രിയാക്കിയ വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടും ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെ സംരക്ഷിക്കേണ്ടി വരുന്നു. അവർ കാണിക്കുന്ന കുഴപ്പങ്ങളാണ്, ആ കുഴപ്പങ്ങൾ മറച്ചു പിടിക്കേണ്ടി വരുന്നു. അപ്പൊ ഇവരോട് രണ്ടുപേരോടും ഒരു മോളോടുള്ള അതേ വാത്സല്യത്തിൽ കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടി? അതായത് ഒത്തിരി ധ്വനികളുണ്ട്. അപ്പൊ ഇവര് കാണിക്കുന്ന പ്രശ്നങ്ങളുടെ പിറകിൽ അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിയുടെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്ന് വേണേ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും പാർട്ടി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് വീണ ജോർജ് എന്ന് പറയുന്ന ആളെ മന്ത്രിയൊക്കെ അത്തരത്തിൽ വ്യാഖ്യാനിക്കും. അപ്പൊ ഇതൊക്കെ ഈ പറയുമ്പം ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറയണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം കരുണാകരന്റെ മകനാണ്. പക്ഷെ ഇദ്ദേഹം എന്താ പണി ചെയ്തിട്ട് അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് ആൾക്കാർ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയണ്ടേ? നമുക്ക് ഇപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ശശി തരൂരിന്റെ കാര്യം പറഞ്ഞു ഈ കോൺഗ്രസിനകത്ത് പണിയെടുക്കുന്നവനും വിറക് വെട്ടുന്നവനും ഒക്കെ ഉണ്ട്, ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോളും, പാർട്ടിക്കാരൻ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. VD സതീശന്റെ കാര്യം നോക്കുമ്പോൾ KSU രാഷ്ട്രീയത്തിൽ കൂടെ, ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കാൻ കൊണ്ടിരുന്ന സീറ്റിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ജനപ്രതിയായിട്ടൊക്കെയാണ് വന്നതാണ്. മിടുക്കനാണ് അദ്ദേഹം. ഈ പറയുന്ന അഴിമതിയൊന്നും ആരോപണമൊന്നും എനിക്ക് ഇതുവരെ അറിവില്ല, ഉണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു അഭിഭാഷകനാണ്, കാര്യങ്ങൾ പഠിക്കുന്നവനാണ്. അതുപോലെ തന്നെ പല നേതാക്കന്മാർ, ഞാൻ ആദ്യത്തോട് പറഞ്ഞത് ആരും സഹായിക്കാനില്ല, സ്വന്തം ഇതായിട്ട് ഒരുപക്ഷെ ഗ്രൂപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഒതുക്കാൻ കൊണ്ടിട്ടിട്ടുള്ള അവിടുന്നെല്ലാം തിരിച്ചു കയറി വന്ന് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. രമേശ് ചെന്നിത്തലയെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു, അന്ന് കരുണാകരൻ ഉണ്ടായിരുന്നു. മറ്റു പല നേതാക്കന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. അത്തരത്തിൽ സഹായിക്കാനില്ലാത്തവരുള്ള, അപ്പൊ സഹായിക്കാൻ ഇല്ലാത്ത ആള് പണി ചെയ്ത് കയറി വന്നാൽ വിറക് വെട്ടുന്നവനും അല്ലെങ്കിൽ പണിയെടുക്കുന്നവനും കൊടുക്കാമെന്ന്. പക്ഷെ ഇത് പറയാനുള്ള അർഹത മുരളിക്കുണ്ടോ? മുരളി എങ്ങനെയാ രാഷ്ട്രീയത്തിൽ വന്നത്? എവിടാ വിറക് കിട്ടിയത്? ഏത് യൂണിറ്റിലാ പ്രവർത്തിച്ചത്? ഇവിടെ തന്തയുടെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അയാളുടെ മകനായിട്ട് ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഇപ്പൊ എവിടെ അഭിപ്രായം പറ്റുന്ന ഒരു നേതാവാണ്. ഇയാളെ അറിയപ്പെട്ടിരുന്ന കിങ്ങിണിക്കുട്ടൻ എന്നാ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇയാൾ ആദ്യം വന്നപ്പോൾ കിങ്ങിണിക്കുട്ടൻ വിവരദോഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. അവസാനം ആ കിങ്ങിണിക്കുട്ടനെ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി സീറ്റ് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോ കരുണാകരന് മൂത്രം ഒഴിക്കാൻ മുട്ടാതിരുന്ന കരുണാകരൻ മൂത്രം ഒഴിക്കാൻ പോകുന്ന രീതിയിൽ പോയപ്പോ ആന്റണി പറഞ്ഞു അയാൾ കൊടുക്കണം. പരസ്പര അഡ്ജസ്റ്റ്മെന്റിൽ ഒരു പാരമ്പര്യമില്ലാത്തവൻ ബാക്കി പാരമ്പര്യമുള്ളവനെ, കഴിവുള്ളവനെ മാറ്റി നിർത്തി അന്നോട്ട് ഇന്നോട്ട് മത്സരിപ്പിച്ച് ഇപ്പൊ ഇദ്ദേഹത്തിന് ഈ അസ്വസ്ഥ ഉണ്ടാകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് MLA ആയിട്ട് MP ആയിട്ട് ഒന്നും ഒരു പോസ്റ്റ് ഇല്ല. അത്തരത്തിൽ അസ്വസ്ഥയുണ്ട്. ഇദ്ദേഹത്തിന് ശശി തരൂരിനെ പറയാൻ എന്താണ്? ശശി തരൂർ ഈ പറയുന്ന പോലെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. അയാൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ കക്ഷിയാണ്, ലോകം ചർച്ച ചെയ്യുന്ന കക്ഷിയാണ്. പുള്ളി കോൺഗ്രസിനകത്ത് വിറവ് കിട്ടിയില്ലെന്ന് പറയുമ്പോ ഇയാൾ എത്ര വിറവ് കിട്ടി? ഞാൻ എന്താ പറഞ്ഞു വന്നതിലേക്ക് പോവാം. ഇയാള് ഗൾഫിലായിരുന്നു.
സുഭിക്ഷമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള രീതിയിൽ ജീവിച്ചു. ഗൾഫിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ സേവാദളിന്റെ സംസ്ഥാന ഉത്തരവാദിത്തം കൊടുത്തു. സംസ്ഥാന ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയർമാൻ എന്തായിരുന്നിട്ടാ സേവാളിന്റെ ഒരു തൊപ്പി നേരെ വെക്കാൻ അറിയാമോ? പരേഡ് ചെയ്യാൻ അറിയാമോ? സേവാൾ എന്ന് പറഞ്ഞ സൈനിക വിഭാഗം കോൺഗ്രസിന്റെ എന്തെങ്കിലും അറിയാം? ഇയാൾ കയറിയിരുന്നല്ലോ. അതിനുശേഷം ഇയാൾ KPC പ്രസിഡന്റ് ആയല്ലോ. എന്തിന്റെ മാനദണ്ഡത്തിലായത്? ഇതിനകത്ത് നേതാക്കന്മാരില്ലായിരുന്നു. ഇപ്പോഴാണല്ലോ കോൺഗ്രസിനകത്ത്. അന്ന് പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തി കരുണാകരന്റെ മകൻ അല്ലെങ്കിൽ കരുണാകരനുള്ള സ്വാധീനം വെച്ചിട്ട് ഇയാൾക്ക് പലതും കൊടുത്തല്ലോ. ഇയാളെ MP ആക്കിയല്ലോ, MLA ആക്കിയല്ലോ. എവിടെ ഇയാൾ പറയുന്നത്? ഏത് കോൺഗ്രസിന് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇയാൾ വന്നത്? അപ്പൊ ഇയാൾക്ക് ഇതൊന്നും പറയാനുള്ള അർഹതയൊന്നുമില്ല. പിന്നെ ഇയാളുടെ കൂടെ മയക്കി കൊണ്ട് ആള് വരുമ്പോൾ കഴിഞ്ഞ ദിവസം വീണ ജോർജ് പറഞ്ഞതുപോലെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, ഞാൻ അയാൾ ആണല്ലെന്നൊന്നും പറയുന്നില്ല. പുള്ളി പറയുന്നുണ്ട് പുള്ളി ആണാണെന്ന്. അതുകൊണ്ട് ഞാൻ അയാൾ ആണല്ലെന്നൊന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം നീ ഇതൊരു മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് അയാൾ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അയാൾ മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഏറ്റവും മുന്തിയ സീറ്റ് അല്ലെങ്കിൽ KPC പ്രസ്ഥാനം കൊടുത്തപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത വൈദ്യുതി മന്ത്രിസ്ഥാനം, ആ മന്ത്രിസ്ഥാനത്തിലേക്ക് അന്ന് MLA ആയിരുന്ന അയാൾക്ക് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റ് മാറ്റിവെക്കുകയും ആ സീറ്റിൽ പോയി ഒരു മന്ത്രി മത്സരിച്ചിട്ട് പോലും ജയിക്കാതെ വന്നിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് ജയിച്ചു വന്ന അല്ലെങ്കിൽ തീരുമാനിച്ച എന്നെ കുറ്റം പറയുന്ന രീതിയിൽ അവർ മറുപടി പറഞ്ഞു. അപ്പൊ അത് അവരുടെ മറുപടി, അവർക്ക് പറഞ്ഞതിന് അവർ കൊടുത്ത മറുപടിയാണ്. അപ്പൊ വീണാ വിജയനെ ന്യായീകരിക്കുമെന്നല്ല, പക്ഷെ വീണാ വിജയനെയും ഈ പറയുന്ന വീണ ജോർജിനെയും ഒക്കെ പറയുമ്പോൾ തന്റെ ഭാഗം അല്ലെങ്കിൽ തന്നിലേക്ക് ഒന്ന് നോക്കണം. പണിയെടുക്കാത്തവന്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പാരമ്പര്യമില്ലാത്തതാണ് വീണ ജോർജ് എന്ന് പറയുമ്പോൾ തനിക്കെന്താണ് പാരമ്പര്യം? താനെങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത്? കിങ്ങിണിക്കുട്ടനിൽ നിന്ന് ഒരു മുരളീധരനിലേക്ക് വരാൻ എത്ര കാലം എടുത്തു? അങ്ങനെ നിങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താണ്? അതിനെപ്പറ്റി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് പറയുന്ന മണിക്കുട്ടന്റെ കാര്യം ഈ പറയുന്ന വീണ ജോർജും പഴയ രാഷ്ട്രീയം അറിയാവുന്നവരും രാഷ്ട്രീയക്കാരും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ശരിയാണ്, രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ളവൻ, രാഷ്ട്രീയത്തിൽ പണിയെടുക്കുന്നവൻ, അവനൊക്കെ തന്നെ വരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തലപ്പത്ത് എന്ന അഭിപ്രായമാണ് നമ്മൾക്കുമുള്ളത്. പക്ഷെ അത് പറയാൻ അർഹതയുള്ളവനാണോ മുരളീധരൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളാണോ മുരളീധരൻ എന്നുള്ള കാര്യത്തെ പറ്റി മുരളീധരൻ പരിശോധിക്കണം, പഠിക്കണം. മുരളിയല്ല, കോൺഗ്രസിനകത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ, മന്ത്രിയാവാൻ, MP ആവാൻ ഉള്ള യോഗ്യത കരുണാകരന്റെ മകനല്ല, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് KSUവിൽ കൂടിയാകണം, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ കൂടിയാവണം, അതിനുശേഷം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റും ഒക്കെ തുടങ്ങുന്നതാവണം. അല്ലാതെ മുകളിൽ കയറി ഇരുന്നിട്ട് ഈ പറയുന്നത് ആനപ്പുറത്തിരിക്കുന്നവന് താഴെ കാണുന്നവരെ കാണുമ്പോൾ ഒരു ആക്ഷേപം ഉണ്ടല്ലോ, ഉള്ള ഒരു ആക്ഷേപത്തിന്റെ മനോഭാവം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്നും പറയേണ്ട. ഇത് അറിയാവുന്നവർ തിരിച്ചു ചോദിച്ചാൽ മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയാകും. അതുകൊണ്ട് കിങ്ങിണിക്കുട്ടന്റെ മണിയെ പിടിച്ച് ആരെങ്കിലും കിലുക്കിക്കളയും, പഴയ മണിക്കുട്ടന്റെ പേരും പറഞ്ഞ്. അത് നിർത്തിക്കൊള്ളുക, അതാവും നന്നാവുന്നത്. എന്തായാലും മകൾ വീണ വിജയനെ കുറിച്ച്, അതേപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും നീളുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വീണ വീട്ടിലും മറ്റൊരു വീണ മന്ത്രിസഭയിലും രണ്ടുപേരും പിണറായി വിജയനെ കൊണ്ടേ പോകൂ എന്നൊക്കെയുള്ള ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കാൻ മാത്രം യോഗ്യനാണോ മുരളീധരൻ എന്നതും ചർച്ചയാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.